നമ്മുടെ ചുണ്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ പറ്റിയ നല്ല 2 പാക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ട വിധം, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ടും കാണുക കേട്ടോ. ഈ ഒരു നെയ്യുടെ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുണ്ടിൻ്റെ കറുപ്പ് നിറം, കരുവാളിപ്പ്, ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ അകറ്റാൻ പറ്റുന്ന നല്ല റിസൾട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നത്. ഒന്നല്ല 2 ടിപ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചുണ്ടിലെ തൊലി പൊളിയൽ, ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് കണ്ടിട്ട് വരാം. നമ്മുടെ ചുണ്ടുകളുടെ നിറം കൂട്ടാനായിട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത് റോസപ്പൂ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് റോസപ്പൂവിൻ്റെ ഇതളുകൾ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം തേൻ കൂടി ചേർക്കുക. അതായത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേൻ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചുണ്ടുകളിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ചുണ്ടിൽ പുരട്ടി ഇതേപോലെ നമുക്ക് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസപ്പൂ ഇല്ലെങ്കിൽ റോസപ്പൂവിൻ്റെ പെറ്റൽസിൻ്റെ പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. 40 രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ. അപ്പം നമുക്ക് അതുപോലുള്ള പൗഡേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ റോസപ്പൂവിന് പകരമായിട്ട് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതിൻ്റെ പൗഡറും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടിപ്പ് കണ്ടല്ലോ. വളരെ സിമ്പിൾ അല്ലേ? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ചാനലിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. ഇത് മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്കാണ്. ഇതിന് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. സാധാരണ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് പച്ചപ്പാലാണ്. പാലിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡും ലാക്റ്റിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാനായിട്ടും ആ തൊലി പൊളിയുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറമൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പാലെടുത്താൽ മതി, മിക്സ് ചെയ്യാനുള്ള പാലെടുത്താൽ മതി. ഇപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരും എടുക്കാം. പലരും ചോദിക്കാറുണ്ട് ഒരു ഇൻഗ്രീഡിയൻറ്റിന് പകരം നമുക്ക് എന്തെടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാരങ്ങ നീര് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ടുള്ളത് എടുക്കുക. നമ്മുടെ ഈ മഞ്ഞൾ പാക്ക് ഉപയോഗിക്കേണ്ട രീതി സെയിം തന്നെയാണ്. ചുണ്ടിൽ നമ്മൾ റൗണ്ടിൽ മസാജ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നീട് നമ്മളൊരു ലിപ് ബാം ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ തന്നെ ഉപയോഗിച്ചാൽ മതി. ചിലരിപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്, കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാവോ? അതിന് ചെറിയൊരു കുത്തൽ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലോ അലോവേര ജെല്ലോ എന്തെങ്കിലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. ഇതിന് എത്ര നാൾ കൂടുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ദിവസം കൂടുമ്പോഴാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് 1-2 ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ ഉപയോഗിക്കേണ്ട, അതിൻ്റെ അടുത്ത ദിവസം ഉപയോഗിക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുമല്ലോ, അതിനുശേഷം ഒരു ലിപ് ബാം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 ഹോം റെമഡീസിൽ ഏതെങ്കിലും നിങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറം, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോൾ ചുണ്ടുകൾ വല്ലാതെയായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ തൊലി പൊളിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ല, അതിനൊന്നും നേരമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ വീട്ടിൽ നെയ്യ് വാങ്ങിച്ച ബോട്ടിൽ ഉണ്ടാകുമല്ലോ, ഇതിപ്പോൾ ഒഴിഞ്ഞ നെയ്യ് വാങ്ങിച്ച ബോട്ടിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അല്പമൊക്കെ കാണും. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു യൂസിനായിട്ട് എടുത്ത് വെക്കുക. ഡെയിലി ചുണ്ടിലൊരല്പം പുരട്ടുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ തനിയെ അത് നമ്മുടെ ചുണ്ടിലേക്ക് അബ്സോർബ് ആയിക്കോളും. ആ ഒരു രീതിയിൽ 1 മണിക്കൂറെങ്കിലും വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് പുരട്ടാം നമുക്ക് കേട്ടോ. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ലിപ്സ് പൊട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് പല പ്രാവശ്യം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 1 പ്രാവശ്യം ചെയ്താൽ മതി. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു നെയ്യുടെ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ വേസ്റ്റിലേക്ക് കളയാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ലിപ്സിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി നിർത്താനായിട്ടും ആ വരൾച്ചയൊക്കെ തടയാനായിട്ടും നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 2 ടിപ്സും ഞാൻ ചെയ്ത് നോക്കി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. എൻ്റെ ലിപ്സിലും ഞാനത് ഫേസിലും കുറച്ച് ഇട്ട് നോക്കി. യാതൊരു അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇനി നിങ്ങൾക്കത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. ഫസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ലിപ്സിൽ അല്ലെങ്കിൽ സ്കിന്നിലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായില്ലേ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നി. നല്ല ഒരു പ്രശ്നവും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഫേസ് പാക്കായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് ഞാൻ അറിയുന്നത് നിങ്ങളുടെ കമൻറ്റ്സ് വഴിയാണ്. അപ്പോൾ എല്ലാവരും ഹായ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.